ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് നമുക്ക് ടാരോ കാർഡ്സ് വഴി തന്നെ നോക്കാം. ഓക്കെ, ദ ഫൂൾ, ഡെവിൾ, ഓക്കെ, ലവേഴ്സ്, ഫൈവ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സ്വാർഡ്സ്, ഹൈ പ്രീസ്റ്റസ്, ഓക്കെ, മജീഷ്യൻ ബോട്ടം ഓഫ് ദി ഡെക്ക് കേട്ടോ. ദ ഫൂള് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് സോഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു കേട്ടോ. കാരണം നിങ്ങൾ ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ് എന്നൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. മറ്റുള്ളവരായിട്ട് അധികം മിങ്കിൾ ചെയ്യാതെ സ്വയം വലിഞ്ഞ് ഇങ്ങനെ ഇരിക്കില്ലേ, ഒറ്റപ്പെട്ടിരിക്കില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ സോഷ്യലൈസ് ചെയ്യണം, മറ്റുള്ളവരെ കണ്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു, കൂട്ടുകാരുമായി ടൈം സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. യാത്രകൾ പോകേണ്ടിയിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിനെ ഈ സിറ്റുവേഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മൂലം നിങ്ങൾ എന്തെങ്കിലും തരം അഡിക്ഷൻസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം സ്വയം മോചിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നും ഡിവൈൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണ്, അത് ഒരു സക്സസ്സിൽ എത്തുമെന്ന് തന്നെ ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് പരസ്പര സ്നേഹം തന്നെയാണ് അവിടെ, യാതൊരു സംശയമില്ല എന്ന് തന്നെ ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഫൈവ് ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങളിൽ പെട്ട് അവിടെ ഒരു സ്റ്റക്കായിട്ട് വട്ടം കറങ്ങി നിൽക്കുകയാണെങ്കിൽ ചിലരുണ്ടായിരിക്കും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ലൈഫിൽ, അവരെ കണ്ടെത്തൂ എന്ന് പറയുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ആയിരിക്കാം, അവരുടെ സഹായം എടുക്കൂ എന്നും ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് സ്വാർഡ്സ് വെച്ച് നിങ്ങൾക്ക് ഇതുവരെയും ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അതേപോലെ ഹൈ പ്രീസ്റ്റസ് വെച്ച് നിങ്ങളുടെ പലരുടെയും ഇതെന്താ പറയുക, മാനസികമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ബാലൻസ് കൈവിട്ട് പോയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഇമോഷണൽ ബാലൻസ് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. വീണ്ടെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ച് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക, മെഡിറ്റേഷൻസ് ചെയ്യുക, സ്പിരിച്വലായിട്ട് കുറച്ച് പ്രാർത്ഥന, അങ്ങനെയൊക്കെ അതിലേക്ക് മനസ്സ് ഡൈവേർട്ട് ചെയ്യുക. മെഡിറ്റേഷൻസാണ് മെയിനായിട്ട്. മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരും എന്ന് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് തിരികെ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓവർ തിങ്കിങ്, അതിലെല്ലാം ഒരു കൺട്രോൾ കൊണ്ടുവരേണ്ട സാഹചര്യം വരുന്നുണ്ട് നിങ്ങൾക്ക്. അതേപോലെ മജീഷ്യൻ വെച്ച് വീണ്ടും മാനിഫെസ്റ്റേഷൻ എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നത്. മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് പാടെ തകിടം മറിഞ്ഞ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മെൻ്റൽ ബാലൻസ് വീണ്ടെടുക്കാൻ സാധിക്കും. ആ ഇമോഷണൽ ബാലൻസ് വീണ്ടെടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അതിന് ശ്രമിക്കൂ എന്നാണ് ഡിവൈൻ മെയിനായിട്ട് നിങ്ങളുടെ